എൻ്റെ വീട് കോലഞ്ചേരി. ഞാൻ 2019 ജൂൺ 22 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ അനിയത്തിയുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് വന്നത്. അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ മൾട്ടി ഓർഗൻസ് ഡാമേജായിരുന്നു. ഹാർട്ട്, ലിവർ, കിഡ്നി, ലങ്സ് എല്ലാം ഡാമേജ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ആ മാസം 2020 ജനുവരി 1 വീക്കിൽ തന്നെ ഒത്തിരി സീരിയസ് ആയിട്ട് അനിയൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, കാരണം മൾട്ടി ഓർഗൻസ് ഒന്നില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, ക്രിയാറ്റിൻ ലെവൽ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല, ആകെ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അവിടെ അഡ്മിറ്റാക്കി. ഞാൻ അപ്പോൾ ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യം നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ജനുവരി 31 ഡേറ്റ് ഇട്ടു. അങ്ങനെ അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒത്തിരി സീരിയസ് കണ്ടീഷനാണ്, ഞങ്ങൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ജനുവരി 31 ഡേറ്റ് ഇടുകയും ജനുവരി 27 തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഡോക്ടേഴ്സിനെല്ലാം ഒത്തിരി അത്ഭുതം തോന്നി. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ മിറക്കിളാന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. 2019 തുടങ്ങിയതാണ്. പക്ഷേ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ഉണ്ട്. എങ്കിലും ആൾ വേറെ അത് കഴിഞ്ഞ പിന്നെ ഒരു പ്രാവശ്യം മാത്രമേ അഡ്മിറ്റായിട്ടുള്ളൂ, ഛർദിയായിട്ട് അഡ്മിറ്റായിട്ടുള്ളൂ. അത് പിന്നെ അങ്ങനെ സീരിയസ് ആയിട്ട് ഒരിക്കലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടില്ല. കർത്താവിൽ ഒട്ടും വിശ്വാസം ഇല്ലാത്ത ആളാണ്, പള്ളി പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അതുകൊണ്ട് അനീത്തിയുടെ കയ്യിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കാശുരൂപം കൊടുത്തു. അങ്ങനെ ആളറിയാതെ ബെഡിൻ്റെ അടിയിലിട്ടിട്ടാണ് അനീത്തി ജോലിക്ക് പോണത്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതം, ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമാണത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും അതിൽ ഒരു നിബന്ധനയായിരുന്നു രോഗി സന്ദർശനം. അത് എൻ്റെ ഡാഡി സുഖമില്ലാതെ കിടന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മോളാണ്. അപ്പം മമ്മിയെ അനിയത്തിമാരെ നിർത്താതെ ഞാൻ തന്നെ ഡാഡി നോക്കുമായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് വിചാരിച്ചത് അത് മതിയായിരുന്നു, രോഗികളെ ശുശ്രൂഷിച്ചല്ലോ. പക്ഷേ അച്ഛൻ ധ്യാനത്തിൽ 2 ആഴ്ച മുമ്പ് ഞാൻ ധ്യാനം കേട്ടപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ സ്വന്തം അച്ഛനെയും അമ്മയെ നോക്കിയിട്ട് കാര്യമില്ല, അത് കടം കൊടുക്കണ പോലെ തന്നെയാണ്. അവർ നമുക്ക് ചെയ്തതിന് പകരം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത രോഗികളെ വേണം നമ്മൾ ചെന്ന് കാണാനും അവരെ ശുശ്രൂഷിക്കാനും. അങ്ങനെ അച്ഛൻ പറഞ്ഞു. അതിപ്രകാരം ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള 2 ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോയി. അവിടെ ഒന്നും രോഗികൾ അഡ്മിറ്റ് അല്ലായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അറിഞ്ഞു ഇങ്ങനെ മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഇന്നലെ ഞാൻ അവിടെ പോവുകയുണ്ടായി. അവിടെ ആരോരുമില്ലാത്തൊരു അമ്മച്ചീനെ കണ്ടായിരുന്നു. അമ്മച്ചീനെയും പിന്നെ വേറെ ഒരു രോഗികളെയും ഒരു കുടുംബത്തിനെയും കണ്ടായിരുന്നു. അവരെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ചോറുണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മൊബൈലിലേക്ക് ഫോൺ വന്നു. അപ്പോൾ ജോലി കിട്ടി. ഞാൻ സ്കൂളിലെ ടീച്ചറായിരുന്നു. 4 വർഷം മുമ്പ് ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ 51 വയസ്സായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ നിന്നും എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2019 ഒരു നിയോഗം വെച്ച് അന്നോട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഉടമ്പടി പുതുക്കിയിട്ടും പറിച്ചിട്ടൊന്നും ആ കാര്യം നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, രോഗി സന്ദർശനം. അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ വന്ന ഉടനെ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ മൊബൈലിലേക്ക് ഫോൺ വന്നു. സ്കൂളിൽ നിന്ന് ജോലി ശരിയായി എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിച്ചു. ഇത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉടമ്പടിയിലുള്ള എല്ലാ നിബന്ധനകളും കൃത്യമായി പാലിച്ചാൽ എന്തായാലും നടക്കും. ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ഈ കാര്യം നടക്കാത്തതെന്ന്. പക്ഷേ ആ എല്ലാ നിബന്ധനകളും പൂർണ്ണമായി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ അനുഗ്രഹവും കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ മോൾക്ക് ഇത് ഉടമ്പടിയിൽ വയ്ക്കാത്തതാണ്. എൻ്റെ മോള് MPhil തീസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു MCCയിൽ, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ. പക്ഷേ കൊറോണ വന്നപ്പം അവരെല്ലാം വീട്ടിൽ വന്നു. തീസിസ് വെക്കേണ്ട സമയമായപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു. അപ്പം ഞാനിങ്ങനെ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു. അവൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ട്രിവാൻഡ്രം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൂഗിൾ മീറ്റിൽ കൂടെ ഹെൽപ്പ് ചെയ്ത് അവരുടെ തീസിസ് എല്ലാം കംപ്ലീറ്റ് ആക്കി അങ്ങനെ MPhil കിട്ടി. അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ മമ്മിക്കും എൻ്റെ അമ്മായിയമ്മയ്ക്കും കാലിന് ഭയങ്കര വേദനയായിരുന്നു. അമ്മായിമ്മയുടെ മുട്ടിന് താഴെ
ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം മജ്ജയെല്ലാം പോയി, ഇനി നമുക്ക് ചെയ്യാമെന്നുള്ളത് നീ റീപ്ലേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ മമ്മിക്ക് പേടിയായിരുന്നു, 80 വയസ്സുണ്ട്. മമ്മി പറഞ്ഞു എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒട്ടും നടക്കാൻ പറ്റത്തില്ല, റീപ്ലേസ് ചെയ്യാനല്ലാതെ നമ്മളിങ്ങനെ പെയിൻ കില്ലർ കൊടുക്കാമെന്നോ മാത്രമേ ഉള്ളൂ, ഇതിനകത്തൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ മമ്മിക്ക് ഈ തൈലം കൊണ്ട് കൊടുത്തു. മമ്മി എന്നും വെളുപ്പിനെ എനിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ മമ്മിക്ക് കാലുവേദന മാറി നടക്കാറായി. പിന്നെ എൻ്റെ സ്വന്തം മമ്മി വീണ് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടായിരുന്നു. പ്ലാസ്റ്റർ ഇട്ടത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ആ ഒടിവ്, 80 വയസ്സുണ്ട് മമ്മിക്ക്, നോക്കിയപ്പോൾ ഒടിവ് എല്ല് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പിന്നെയും പ്ലാസ്റ്റർ ഇട്ടു. അത് മമ്മിക്ക് പിന്നെയും പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തൈലം കൊടുത്ത് ഞാൻ അവിടെ ചെന്ന് ഞാനാണ് മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പം മമ്മിയുടെ കാലിൽ ഇത് പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പം മമ്മി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, കുറേ നേരം വിശ്വാസപ്രമാണം 7 സ്വർഗസ്നായ പിതാവേയും 7 കൃപ നിറഞ്ഞ മറിയമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ തൈലം പുരട്ടി ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മമ്മി പറഞ്ഞു, എനിക്ക് ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലിന് എന്തോ ഒരു തരിപ്പ്, എന്തോ തോന്നലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മമ്മിക്ക് അത് കുറഞ്ഞു, ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി, മമ്മി നടക്കാൻ തുടങ്ങി. ഇതെല്ലാം എൻ്റെ കുടുംബത്തിന് പിന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാനിവിടെ വന്നായിരുന്നു. ഞങ്ങൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റ് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ ഇവിടെ വന്നപ്പോൾ ജോസഫ് അച്ഛൻ ഒരു കാശി രൂപം വെഞ്ചരിച്ച് തന്നു. അത് ഞാൻ ആ സ്ഥലത്ത് പോയി കുഴിച്ചിട്ടു. അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ ഒരാൾ വന്ന് അത് സ്ഥലം വിൽക്കാനായിട്ട് ആൾ വന്നു. ഇതെല്ലാം എൻ്റെ കുടുംബത്തിന് അമ്മ തന്ന അനുഗ്രഹമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും അനേകാരം നന്ദി, സ്തുതി, സ്തോത്രം. ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകം നന്ദി അർപ്പിക്കാം. മരിയൻ ഉടമ്പടി നമ്മൾ എടുക്കുമ്പോൾ അത് വചനാധിഷ്ഠിതമാണ്. പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അമ്മയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്, അമ്മയാണ് മധ്യസ്ഥയായിട്ട് നിൽക്കുന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ ഈശോ നമ്മളെ ക്ഷണിക്കുന്നു, അമ്മ മാതാവ് നമ്മളെ ക്ഷണിക്കുന്നു കർത്താവിൻ്റെ കൃപയിൽ ചേർന്ന് നിൽക്കാൻ. അതിലൂടെ നൽകപ്പെടുന്ന നിബന്ധനകൾ അത് പാലിക്കേണ്ടതാണ്. അത് വിശ്വസ്തയോടെ പാലിക്കുന്നവർക്കാണ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ ഒരു ഉത്ബോധ്യമായിരുന്നു പ്രത്യേകിച്ച് ജോസഫ് അച്ഛനോട് നൽകിയത്. രോഗീ സന്ദർശനം നടത്തണം, നമ്മൾ വചനം കൊടുക്കണം, പത്രം കൊടുക്കണമെന്നൊക്കെ. അങ്ങനെ ഈ ടീച്ചർ തൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും രോഗീ സന്ദർശനം അധികം നടത്തിയിരുന്നില്ല. വീട്ടിൽ അപ്പച്ചനെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ സംഭവിച്ചത് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അത് കിട്ടുന്നില്ല. പക്ഷെ ഒരു ദിവസം അത് ജോസഫ് അച്ഛനിലൂടെ ലഭിച്ച ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള വീടിനടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗീ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് വന്ന് പിന്നീട് ഒരു ഫോൺ കോൾ വന്നു. ശ്രമിച്ചിരുന്നു. 51 വയസ്സ്, ഇനി നേരത്തെ ജോലിയിൽ